കൊച്ചിയിലെ ഒരു നാടക സംഘത്തിലെ ഒരേ കളരിയിൽ അഭിനയത്തിന്റെ അടവുകൾ പഠിച്ച ഒരു സംഘം ഈ കോവിഡിനെ ഏറ്റവും ഗംഭീരമായി ഉപയോഗിച്ചത് ഇത്തരമൊരു ഗംഭീര ചിത്രവുമായിട്ടാണ്. മണിരത്നം പോലെയുള്ള ഫിലിം മേക്കറിന്റെ സിനിമയോട് കോമ്പറ്റ് ചെയ്ത് രാജ്കുമാർ ഹിറാനിയെ പോലെയുള്ള ഒരു ഗ്രേറ്റ് ഡയറക്ടറിന്റെ സിനിമയോട് കോമ്പറ്റ് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായി ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താ പെണ്ണു ചിരിക്കാത്ത ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റിയതിൽ ഈ ഒരു മനുഷ്യന്റെ വലിയ മനസ്സുണ്ട്. എനിക്കറിയാവുന്ന മാഞ്ചനറിയോ അഞ്ചൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഘടിപ്പിക്കേണ്ടി വരും കേട്ടോ. 11 പേർക്ക് വേണ്ടി എഴുതിയ ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ആട്ടം എന്ന് പറയുന്ന ഈ സിനിമ. ഞാൻ പറഞ്ഞല്ലോ പുറത്താക്കണം. സിനിമ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അവിടെ എത്തപ്പെടാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. സിനിമ ഉള്ള കാലം മുഴുവൻ ഞങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം നൽകുന്നു. ഞങ്ങൾ എനിക്ക് തോന്നുന്നു അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഒരേ നാടക സംഘത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ആ തിയേറ്റർ ഗ്രൂപ്പിൽ എൻ്റെ കൂടെയുള്ള ആക്ടേഴ്സാണ് ഇവരെല്ലാവരും. അപ്പോൾ ഞാൻ 2-3 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ആലോചന തുടങ്ങിയിരുന്നു, ഇങ്ങനെ ഈ പറയുന്ന നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളെ വെച്ചൊരു സിനിമ ഉണ്ടാക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആനന്ദിനോട് ഷെയർ ചെയ്യുകയും അപ്പോൾ ആനന്ദ് ഒരു ഐഡിയ പറയുകയും അങ്ങനെയാണ് ഈ പറയുന്ന ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് എത്തിയത്. ഇങ്ങനൊരു സിനിമ ചെയ്യുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ ആനന്ദിനോട് പറഞ്ഞു, ഒരു യാത്രയിൽ പറഞ്ഞു. അപ്പോൾ ആനന്ദ് അതിനെ കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. പിന്നെ ആനന്ദ് എനിക്കൊരു വൺലൈൻ അടിച്ചു തന്നു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. കാര്യം ആ മൊമെന്റ് മുതൽ ഈ ആനന്ദ് കൃഷി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ. ഞാൻ 10-70 സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സിന്റെ കൂടെ, ഇപ്പോൾ സിപി മലയാൽ സാർ മുതൽ അല്ലെങ്കിൽ മഹേഷ് നാരായൺ, ലിജോ ജോസ് പരശ്ശേരി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രേറ്റ് ഫിലിം എനിക്ക് തോന്നുന്നു ഞാനൊരു 80-85% മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ആനന്ദിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ ആശയം ഈ വൺലൈൻ തന്നത് മുതൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇന്റലിജൻസ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെ സ്ട്രെങ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് ഇവര്. അപ്പൊ എന്നോട് പറഞ്ഞത് നമ്മുടെ സിനിമയുടെ ഒരു കോർ പെർഫോമൻസും സ്ക്രീൻ പ്ലേ ആയിരിക്കും എന്നോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത 2 ഏരിയയുടെ സ്ക്രീൻ പ്ലേയും പെർഫോമൻസും ആയിരുന്നു. അപ്പോൾ ഇന്ന് വരെ മലയാള സിനിമ ചരിത്രത്തിൽ നടക്കാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്തിരുന്നു. കാര്യം ഈ പറയുന്ന പെർഫോമൻസ് സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള ഒരു വാശിയിൽ ഇന്ന് വരെ ഒരു സിനിമകളിലും ഒരുപക്ഷെ എന്നെ കൂടി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റണമെന്നില്ല. ഞങ്ങൾ അറൌണ്ട് 30 ഡേയ്സാണ് റിഹേഴ്സൽ ചെയ്തത്. ആനന്ദാസ് ഫിലിം മേക്കറും ആനന്ദാസ് വ്യക്തിയും നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞ പരിപാടി. ഇപ്പൊ ആനന്ദ് ഈ ഒരു പാഷനിൽ മുന്നോട്ട് സിനിമകൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമക്ക് തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ ലെവൽ ഒരു മുതൽക്കൂട്ടായിരിക്കും ആനന്ദ് എന്ന് പറയുന്ന സംവിധായകൻ, എഴുത്തുകാർ. 2001 മുതൽ ലോകധർമ്മി എന്ന് പറയുന്ന ഒരു അമേച്ചർ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് കൊച്ചിയിൽ. അവിടെ ഞാനും വിനയൊക്കെ ഒരാഴ്ച ഗ്യാപ്പിലാണ് വന്ന് ജോയിൻ ചെയ്തത്. അവിടെ നിങ്ങളോളം ഒന്നും പ്രതീക്ഷിക്കാതെ കുറേ കാലം സിനിമ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അവിടെ എത്തപ്പെടാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. എന്തായി വിനയ് അതിനൊരു വഴി ഉണ്ടായി കാണിച്ചു. ആട്ടം പോലൊരു വലിയ സിനിമയുടെ ഭാഗമായി. ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആട്ടം എന്നൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. 89കളിലാണ് തൃപ്പൂണിത്തുറയിൽ ഈ ലോകധർമ്മി എന്ന് പറയുന്ന ഈ സംഘടന രൂപപ്പെടുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നായരമ്പലം ബേസ് ചെയ്തിട്ട് അവിടെയാണ് ഈ ഗ്രൂപ്പ്. നാടകം കളിക്കണമെന്നുള്ള വലിയ മോഹം വെച്ചിട്ട് നമ്മൾ പല ജോലികളും ഒരാളുടെ കീഴിൽ പണിക്ക് പോകാതെ ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക് അങ്ങനെ ചെയ്ത് നടന്നു. പിന്നെ കുറേ കാലം ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നു. പിന്നെ ഒരു 10-25 കൊല്ലം ചുമട്ട് തൊഴിലാളിയായി. ചുമട്ട് തൊഴിലാളി റിട്ടയർമെൻറ്റ് നടക്കണ അതിൻ്റെ തലേ ദിവസമായിരുന്നു ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട്. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. കുറച്ച് സിനിമകൾ വേറെ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ IFFK ഫെസ്റ്റിവൽ പോവുക, മുംബൈ ഫെസ്റ്റിവൽ പോവുക,
ഗോവ ഫെസ്റ്റിവലിൽ പോവുക, അങ്ങനെയൊക്കെ മോഹമായിരുന്നു. പക്ഷെ അതെല്ലാം ഈ സിനിമ കൊണ്ട് സാധിച്ചു. ഈ സിനിമ ഞങ്ങളുടെ സൗഹൃദത്തിന് കൂടുതൽ കൂടുതൽ ശക്തി നൽകി. ഇത്രയും കാലം 23 വർഷത്തോളം ആയി ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട്. ഈ സൗഹൃദത്തിൽ പിറന്നതാണ് ഞങ്ങളുടെ ഈ സിനിമ. ഇവിടെ സെൽവൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സ്വപ്നത്തിലെ യാത്രയിലാണ് ഞങ്ങൾ. ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി വിനയ് ഒരുക്കി തന്ന ഒരു സിനിമ സംവിധാനം ചെയ്തത് ആനന്ദാണ്, തുടക്കക്കാരൻ, ഞങ്ങളുടെ കൂടെയുള്ള ആൾ. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ സിനിമ ഇത്ര വലിയ ഒരു നേട്ടത്തിലേക്ക് പോകുന്നു അറിയുമ്പോൾ, ഇന്ന് മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ പറയാൻ വാക്കുകളില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇനി സിനിമ ഉള്ള കാലം മുഴുവൻ ഞങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം നൽകുന്നു. സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ എല്ലാവരും ചേട്ടന്മാരും സഹ പ്രായക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഈ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഏറ്റവും അധികം ജീവിതം പഠിച്ചിട്ടുള്ളത്. ഭയങ്കര ലവിങ് ആയിട്ടുള്ള, വളരെ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്. അതിനകത്ത് വന്ന് ചേരുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഓരോ ചാൻസും അതിനകത്തൊന്നും മിസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 20 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളിവിടെ 2-3 പേര് എത്തിയിട്ടില്ല, പല കാരണങ്ങളുണ്ട്. ഈ പറയുന്ന ഒട്ടുമിക്ക ആളുകളും ഒരു ഡെയിലി വേജസിലൊക്കെ ജോലിയെടുക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണ് മാഞ്ചനൊഴിച്ച്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സൗഹൃദ കൂട്ടായ്മ ഒരു സിനിമ ഉണ്ടാവുക. അപ്പോൾ എന്നിട്ട് ഈ വർഷം ഞങ്ങൾ വേറെ മറ്റേ ഫെസ്റ്റിവലുകൾ, അവാർഡുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത പോലെ ഈ പറയുന്ന പോലെ ഈ വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ സിനിമയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത്, ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് സംവിധായകനായിട്ടുള്ള ആനന്ദേകഷിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഡിറ്റർ നമ്മുടെ ഈ കുഞ്ഞു സിനിമ എഡിറ്റ് ചെയ്ത മഹേഷ് ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരർത്ഥത്തിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും ഒരുപക്ഷെ ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇറങ്ങുന്ന ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മണിരത്നം പോലെയുള്ള ഫിലിം മേക്കറിന്റെ സിനിമയോട് കോമ്പറ്റ് ചെയ്ത്, രാജ്കുമാർ ഹിറാനിയെ പോലെയുള്ള ഒരു ഗ്രേറ്റ് ഡയറക്ടറിന്റെ സിനിമയോട് കോമ്പറ്റ് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായി ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. വിനയിൻ്റെ ഒരു 5-6 ദിവസത്തെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ഉണ്ടായിരുന്നു. ആക്ടിങ്, സ്ക്രീൻ ആക്ടിങ് എന്താണെന്നുള്ളത്. ആ 5-6 ദിവസം വിനയ് നയിച്ച ഒരു വലിയ ആക്ടിങ് സെഷൻ, സ്ക്രീൻ ആക്ടിങ് സെഷനാണ് ഞങ്ങളെ ഈ രീതിയിൽ പരുവപ്പെടുത്തിയത്. ഈ രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെൽവൻ ചേട്ടൻ രേഖാചിത്രത്തിലുണ്ട്, പലരും ജോളി അത് കഴിഞ്ഞിട്ടൊരു സിനിമ ചെയ്തു, പ്രശാന്ത് അത് കഴിഞ്ഞിട്ട് നിരന്തരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ രീതിയിൽ ഞങ്ങളെയൊക്കെ മാറ്റിയെടുത്തതിൻ്റെ പിന്നിൽ ഈ ഒരു മനുഷ്യനുണ്ട്. ഈ ഒരു മനുഷ്യൻ്റെ അത് ഞാൻ വെറും ഒരു താങ്ക്സ് ഗിവിങ് അല്ല, ജീവിതം മുഴുവൻ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റിയതിൽ ഈ ഒരു മനുഷ്യൻ്റെ വലിയ മനസ്സുണ്ട്, ഈ ഒരു മനുഷ്യൻ്റെ അർപ്പണബോധമുണ്ട്, ആത്മാർത്ഥതയുണ്ട്. അത് ഞാൻ എവിടെയും പറയും.